Hello, welcome to Precise for Civil Engineers Geotechnical Engineering Part 4 video. First question നോക്കാം. A square footing 2.5 by 2.5 meter is built in a homogeneous bed of sand of unit weight 20 kN per meter cube and having an angle of shearing resistance of 36 degree. The depth of the base of the footing is 1.5 meter below the ground surface. Calculate the safe load that can be carried by the footing with a factor of safety 3 against complete shear failure. Bearing capacity factors NC, NQ, N gamma കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ബെയറിംഗ് കപ്പാസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആദ്യം നോക്കാം. First one is ultimate bearing capacity or gross bearing capacity of soil. It is a maximum gross pressure that the soil can support without shear failure. The next one is net ultimate bearing capacity. It is a maximum net pressure the soil can support without shear failure. Net ultimate bearing capacity എന്ന് പറയുന്നത് gross bearing capacity minus gamma D ആണ്. Where gamma is the unit weight of soil and D is the depth of the foundation below the soil. അടുത്തത് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറ്റ് പ്രഷർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ സോയിൽ സേഫ്ലി. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അടുത്തത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഇറ്റ് ഈസ് എ മാക്സിമം ഗ്രോസ് പ്രഷർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് സേഫ്ലി ഓൺ ദ സോയിൽ. സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഗാമ ഡി. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1.3 C ഇൻറ്റു എൻ സി പ്ലസ് ഗാമ ഡി ഇൻറ്റു എൻ ക്യൂ പ്ലസ് 0.4 ടൈംസ് ഗാമ ബി ഇൻറ്റു എൻ ഗാമ. അപ്പോൾ ക്വസ്റ്റ്യനിൽ സാൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഹഷൻ വാല്യൂ വിൽ ബി 0. അപ്പോൾ ഫസ്റ്റ് ടേം കാണില്ല, സെക്കൻഡും തേർഡും ടേമേ കാണത്തുള്ളൂ. അപ്പോൾ ഗാമ ഡി ഇൻറ്റു എൻ ക്യൂ എന്ന് പറയുന്നത് ഗാമ ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 20 ഇൻറ്റു ഡെപ്ത് ഓഫ് ദ സോയിൽ ബിലോ ഫൗണ്ടേഷൻ. ഡി എന്ന് പറയുന്ന 1.5 ഇൻറ്റു എൻ ക്യൂയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ 49.4 പ്ലസ് 0.4 ഇൻറ്റു 20 ഇൻറ്റു ബി. ബി എന്ന് പറയുന്ന സൈസ് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ് 2.5 മീറ്റർ ആണ്. അപ്പോൾ 2.5 ഇൻറ്റു എൻ ഗാമ എന്ന് പറയുന്നത് 54 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ക്യു യു എന്ന് പറയുന്നത് 2562 kN per meter square എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് നമുക്ക് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടും. നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി മൈനസ് ഗാമ ഡി. അത് ചെയ്യുമ്പോൾ നമുക്ക് 2532 kN per meter square എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഇപ്പോൾ കിട്ടിയ 2532 ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ക്വസ്റ്റ്യനിൽ 3 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി 844 kN per meter square. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് സേഫ് ലോഡാണ്. അപ്പോൾ സേഫ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി പോരാ, പകരം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി നമുക്കറിയാം, നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഗാമ ഇൻറ്റു ഡി ആണ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ അത് ചെയ്യാം. സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ക്യു എസ് എന്ന് പറയുന്നത് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി പ്ലസ് ഗാമ ഡി ആണ്. അപ്പം 844 പ്ലസ് ഗാമ ഡി ചെയ്തപ്പോൾ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടി. അതിൽ നിന്ന് സേഫ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു ഏരിയ ചെയ്താൽ മതിയാവും. ഏരിയ ഓഫ് ദ സ്ക്വയർ ഫൂട്ടിംഗ് ചെയ്തപ്പോൾ നമുക്ക് സേഫ് ലോഡ് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് സേഫ് ലോഡ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 5462.5 kN. ഇനി ബെയറിംഗ് കപ്പാസിറ്റി ഫോർ കണ്ടിന്യൂസ് ഫ്യൂട്ടിംഗ് ആണ് വന്നിരുന്നെങ്കിൽ എന്താ ഫോർമുലയെന്ന് നോക്കാം. ഫോർ എ കണ്ടിന്യൂസ് ഫ്യൂട്ടിംഗ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ക്യു യു എന്ന് പറയുന്നത് സി എൻ സി പ്ലസ് ഗാമ ഡി ഇൻറ്റു എൻ ക്യൂ പ്ലസ് 0.5 ഗാമ ബി ഇൻറ്റു എൻ ഗാമ എന്ന് വരും. ഇവിടെ സി കോഹഷൻ, ഗാമ യൂണിറ്റ് വെയ്റ്റ്, ഡി ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ബിലോ സോയിൽ, ബി
width of foundation QU ultimate bearing capacity. NC, NQ, N gamma ആണ് bearing capacity factors. അപ്പോൾ ഈ കേസിൽ കോസി സോയിൽ വരുമ്പോൾ എന്താ വരുന്നതെന്ന് നോക്കാം. ഈ കേസിൽ കണ്ടിന്യൂസ് ഫൂട്ടിങ്ങിൽ ഫോർ കൊഹസീവ് സോയിൽ ഫൈ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ NC, NQ, N gamma for a cohesive soil is 5.7, 1 and 0. ഇനി ultimate bearing capacity of cohesive soil is equal to അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5.7 C പ്ലസ് ഗാമ ഡി എന്ന് വരുന്നു. വെറസ് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഫോർ ക്ലേയി സോയിൽ അല്ലെങ്കിൽ കോസി സോയിൽ എന്ന് പറയുന്നത് QNU is equal to QU minus gamma D which is equal to 5.7 C plus gamma D minus gamma D which is equal to 5.7 C. അപ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ക്ലേയി സോയിലാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5.7 C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ക്ലേയി സോയിൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് ഓഫ് ഫൂട്ടിംഗ്. അതാണ് ഈ ക്വസ്റ്റനിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്തത് ബെയറിംഗ് കപ്പാസിറ്റി ഫോർ ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിംഗ്. അത് ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് 1.3 C ഇൻറ്റു NC പ്ലസ് ഗാമ ഡി ഇൻറ്റു NQ പ്ലസ് 0.4 ഗാമ ബി ഇൻറ്റു N ഗാമ. അതിൽ ബി സൈസ് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. ഇനി അടുത്ത കേസ് ബെയറിംഗ് കപ്പാസിറ്റി ഫോർ ഐസൊലേറ്റഡ് സർക്കുലർ ഫൂട്ടിംഗ് വരുവാണെങ്കിൽ അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഈസ് 1.3 ടൈംസ് C ഇൻറ്റു NC പ്ലസ് ഗാമ ഡി ഇൻറ്റു NQ പ്ലസ് 0.4 പകരം ഇവിടെ 0.3 ആണ് വരുന്നത്. 0.3 ഗാമ ബി ഇൻറ്റു N ഗാമ. ഇവിടെ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ ഫൂട്ടിംഗ് ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗിവൺ സോയിൽ ഈസ്. അപ്പോൾ അതെന്ന് പറയുന്നത് പൊറോസിറ്റിയാണ്. വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഈസ് പൊറോസിറ്റി. ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് എ മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സിൽറ്റ്. ഇപ്പോൾ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് റേഞ്ച് നോക്കാം. ഏറ്റവും ലീസ്റ്റ് സൈസ് ഉള്ളത് ക്ലേ ആണ്. ക്ലേയുടെ പാർട്ടിക്കിൾ സൈസ് ഫോർ എവർ ലെസ് ദാൻ 0.002 mm അല്ലെങ്കിൽ 2 മൈക്രോൺ. സിൽറ്റിൻ്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് ഇസ് ഇൻ ബിറ്റ്വീൻ 0.002 mm ആൻഡ് 0.075 mm അല്ലെങ്കിൽ 2 മൈക്രോൺ ടു 75 മൈക്രോൺ എന്ന് പറയാം. അതാണ് സിൽറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ്. ഗ്രേറ്റർ ദാൻ 75 മൈക്രോൺ എന്ന് പറയുന്നത് സാൻഡ് ആയിരിക്കും. സാൻഡിൻ്റെ കേസിൽ ദേ ആർ ഡിവൈഡഡ് ഇൻറ്റു 3 ഫൈൻ, മീഡിയം ആൻഡ് കോസ് സാൻഡ്. മാക്സിമം പാർട്ടിക്കിൾ സൈസ് ഫോർ സാൻഡ് എന്ന് പറയുന്നത് 4.75 mm ആണ്. ബിറ്റ്വീൻ 2 mm ആൻഡ് 4.75 mm നമ്മൾ കോസ് സാൻഡ് എന്നും, ബിറ്റ്വീൻ 0.425 mm ആൻഡ് 2 mm മീഡിയം സാൻഡ് എന്നും, ബിറ്റ്വീൻ 0.075 mm ആൻഡ് 0.425 mm ഫൈൻ സാൻഡ് എന്നും പറയുന്നു. ഗ്രേറ്റർ ദാൻ 4.75 mm ആൻഡ് അപ് ടു 80 mm ആണെങ്കിൽ അതിനെ ഗ്രേവൽ എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, which is again classified as fine and coarse gravel. Between 4.75 and 20 mm ആണെങ്കിൽ ഫൈൻ ഗ്രേവൽ എന്നും 20 mm to 80 mm ആണെങ്കിൽ കോസ് ഗ്രേവൽ എന്നും പറയുന്നു. ഗ്രേറ്റർ ദാൻ 80 mm ആൻഡ് ലെസ് ദാൻ 300 mm ആണെങ്കിൽ അതിനെ കോബിൾസ് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. വെറസ് ഗ്രേറ്റർ ദാൻ 300 mm ആണെങ്കിൽ അതിനെ ബൗൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സിൽറ്റ് ആണ്. അപ്പോൾ അത് 75 ഓർ 0.075 mm ആണ്. ഇവിടെ ക്ലോസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 0.06 mm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
For shallow foundation, P is a load, gamma is a unit weight of soil, theta is an angle of repose. Which of the following is equal to total depth of foundation according to Rankine's formula? According to Rankine's formula, depth of foundation formula എന്ന് പറയുന്നത് P by gamma into 1 minus sin phi by sin theta by 1 plus sin theta the whole square ആണ്. Where P എന്ന് പറയുന്നത് gross pressure at the base of footing ആണ്. According to Rankine's theory, base of footing is assumed to be smooth. അപ്പോൾ ഓപ്ഷൻ D ആണ് വരുന്നത്. Fifth question, which is a term used for the degree of disturbance of undisturbed clay sample due to remolding, expressed as a ratio of unconfined compressive strength in undisturbed state to that of remolded state without change in water content? Options: sensitivity, thixotropy, collapse potential and coefficient of structural collapse. Sensitivity എന്ന് പറയുന്നത് it is a ratio of undrained shear strength of undisturbed soil to undrained shear strength of remolded soil ആണ്. ഇപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, സെൻസിറ്റിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു specific gravity of soil is a ratio of unit weight of solids to that of water at a temperature of. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു IS 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി. അടുത്തത് ഡൈനാമിക് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈനാമിക് ഫോർമുല ഫോർ ഫൈൻഡിങ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി രണ്ട് ടൈപ്പാണുള്ളത്. എഞ്ചിനീയറിംഗ് ന്യൂസ് റെക്കോർഡ് മെത്തേഡും ഉണ്ട്, ഹിലീസ് മെത്തേഡും ഉണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ന്യൂസ് ഫോർമുല ആദ്യം നോക്കാം. വേർ അലോവബിൾ ലോഡ് ഈസ് WH by factor of safety into S plus C, വേർ W is a weight of hammer in kilogram, H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഫോൾ ആണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി എഫ് ജനറലി 6 ആണ്, എസ് ഇസ് എ ഫൈനൽ സെറ്റ് ആണ്, സി എന്ന് പറയുന്നത് എംപിറിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. അത് ഡ്രോപ്പ് ഹാമറിൻ്റെ കേസിൽ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റ് എഴുതിയിട്ടില്ല, സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. സി എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് സിംഗിൾ ആൻഡ് ഡബിൾ ആക്ടിങ് ഹാമർ സിയുടെ വാല്യൂ 0.25 സെൻറ്റിമീറ്റേഴ്സ്. Question number 8. Which of the following is a clayey soil that has been never subjected to an effective pressure greater than existing overburden pressure and which is completely consolidated by the existing overburden pressure? ഓരോ ടേംസ് നോക്കാം. എന്താണ് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ? That means the soil has been subjected to a greater pressure in the past when compared to the present existing pressure. Normally consolidated soil എന്ന് പറയുന്നത് the soil has not been subjected to a pressure in the past greater than present existing pressure. Under consolidated soil means soil has been subjected to a pressure greater than present. Soil has not been subjected to a pressure greater than present pressure and the soil has not reached consolidation under the present pressure. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് clay soil that has never been subjected to an effective pressure greater than existing overburden pressure and which is completely consolidated by existing overburden pressure. അതായത് നോർമലി കൺസോളിഡേറ്റഡ് സോയിലാണ്. ഓപ്ഷൻ എ വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ദ വോയിഡ് റേഷ്യോ ഇൻ ദ സോയിൽ ക്യാൻ ഹാവ് തിയറിറ്റിക്കലി? ഓപ്ഷൻ ബി ആണ് വരുന്നത്. വോയിഡ് റേഷ്യോ ക്യാൻ ബി ലെസ് ദാൻ ഓർ മോർ ദാൻ 1. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 10th question. Which among the following is a term used for change in volume of soil per unit of initial volume due to a given unit increase in pressure? ആ ടേമിന് എന്ത് പറയുമെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വോളിമെട്രിക് സ്ട്രെയിൻ പെർ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ്. ഡ്യൂ ടു കൺസോളിഡേഷൻ വോളിയം ഓഫ് സോയിൽ ഡിക്രീസസ് ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻക്രീസസ്. V is the original volume of soil, delta V is the decreased volume of soil. അപ്പോൾ യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ കിലോ ന്യൂട്ടൺ എന്നാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ടേം യൂസ് ഫോർ ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് സോയിൽ പെർ യൂണിറ്റ് ഇൻക്രീസ് പെർ യൂണിറ്റ് ഓഫ് ഇനീഷ്യൽ വോളിയം ഡ്യൂ ടു എ ഗിവൺ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ചാനൽ യൂസ്ഫുൾ ആയി തോന്നിയവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.